ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ഒരു ഭരണാധികാരിയുടെ മകളെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്ന രംഗവും രക്തസ്രാവക്കാരിയായ സ്ത്രീയെ അവിടുന്ന് സുഖപ്പെടുത്തുന്ന രംഗവുമാണ് സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. നമ്മളിന്ന് ധ്യാനിക്കുന്നത് ആ ഭരണാധികാരിയുടെ ജീവിതത്തെക്കുറിച്ചാണ്. കാരണം അദ്ദേഹം യേശുനാഥൻ്റെ മുമ്പിൽ താണു വണങ്ങിക്കൊണ്ട് തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ അദ്ദേഹം മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ക്രിസ്തുവിൻ്റെ അടുക്കലേക്കും എത്തുമ്പോഴേക്കും ആ മകൾ മരിച്ചിരുന്നു. അപ്പോൾ ഇതൊരു സൂചനയാണ്. ഇദ്ദേഹം ഭരണാധികാരിയാണ്, ഒത്തിരിയധികം സമ്പത്തുണ്ട്, അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളുണ്ട്. പക്ഷേ അതിനൊന്നിനും തൻ്റെ മകളെ രക്ഷിക്കാനായില്ല എന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തെ യേശുനാഥൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യവും ഇതാണ്. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ചില സമയങ്ങളെങ്കിലും അവയൊന്നും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ നിഷ്പ്രഭരായി പോകുന്ന അവസ്ഥയുണ്ടാകാം. അപ്പോൾ നമ്മളെ സഹായിക്കാൻ കഴിയുക ക്രിസ്തുവിന് മാത്രമാണ്, നമ്മുടെ ദൈവത്തിന് മാത്രമാണ്. അപ്പോൾ യേശുനാഥന് മുമ്പിലേക്ക് അദ്ദേഹം വന്ന് താണു വണങ്ങി എന്ന് പറയുമ്പോൾ തനിക്കുണ്ടായിരുന്നതെല്ലാം, ആ പ്രൗഢിയും സമ്പത്തും ഒക്കെ അദ്ദേഹം മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുമ്പിൽ അദ്ദേഹം ഒരു ദാസനെ പോലെ നിന്നു വന്നാണ്. നമ്മളും തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത് അങ്ങനെയാണ്. പ്രൗഢിയും സമ്പത്തും സ്വത്തും ഒന്നുമല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ അവിടുത്തെ സ്വന്തമായി നിൽക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ നമുക്കുള്ളതിൽ ഭ്രമിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. വീണ്ടും യേശുനാഥൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് കുഴലൂത്തുകാരെയാണ്. ഈ കുഴലൂത്തുകാരെന്ന് പറയുന്നത് മരിച്ച വീട്ടിൽ അവർക്ക് വേണ്ടി കരയാനായി പണം വാങ്ങി വരുന്ന ആളുകളാണ്, അതായത് കൂലിക്ക് വരുന്നവരാണ്. അപ്പോൾ നമ്മുടെ സമ്പത്ത് വാങ്ങി നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും നമ്മളെ സഹായിക്കാൻ കഴിയില്ല. ഇവർ അവിടെ കരയുന്നുണ്ട്, പക്ഷേ അവരുടെ കരച്ചിലുകൾക്ക് ഈ കുഞ്ഞിനെ ജീവനിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ പണം വാങ്ങുന്നവരോ നമ്മുടെ കൂടെ നിൽക്കുന്നവരോ ഒക്കെ നമ്മളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരുമ്പോഴും അവിടെ നമ്മെ സഹായിക്കാൻ കഴിയുന്നത് ക്രിസ്തുവിന് മാത്രമാണ്. അവിടുന്ന് വരുന്നു, അവരെ എല്ലാം പുറത്താക്കിയതിന് ശേഷം അവിടുന്ന് ആ കുഞ്ഞിനെ ജീവനിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരികയാണ്. ഇത് യേശുനാഥൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും എല്ലാം അവസാനിച്ചു എന്ന് കരുതുമ്പോഴും അവനിലേക്ക് ഓടിയെത്താൻ നമുക്ക് കഴിയണം. വീണ്ടും എല്ലാം അവസാനിച്ചിടത്ത് നിന്ന് ആരംഭിക്കാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ചിന്ത കൂടെയാണ് യേശുനാഥൻ്റെ അടുക്കിലേക്ക് ഓടിയെത്താൻ, നമ്മുടെ ജീവിതത്തെ അവനിലേക്ക് സമർപ്പിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ഈ സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഒക്കെ ദൈവത്തിൽ നമ്മളെ അകറ്റിയേക്കാം. കാരണം ഈ മനുഷ്യൻ മരണം വരെയും കാത്തിരിക്കേണ്ടി വന്നു. അദ്ദേഹം സുഖമില്ലായിരുന്നപ്പോഴെങ്കിലും ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്താമായിരുന്നു. പക്ഷേ അദ്ദേഹം അതുവരെയും തൻ്റെ സമ്പത്തിലും പ്രൗഢിയിലുമായിരിക്കാം അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവനും. അദ്ദേഹം ശരണം വെച്ചിരുന്നതും അതിലായിരിക്കാം. അവസാനം എല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. പക്ഷേ അതുവരെ കാത്തിരിക്കാതെ നേരത്തെ തന്നെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തുവാനും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിനെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.